ഇവിടെ സ്വാലിഹീങ്ങളായ മഹാന്മാരുണ്ടായിരുന്നു, ഇവിടെ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. അവരാണ് ഇവിടെ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റഹിമഹുല്ലാഹ്. അല്ലാഹു തആല ഒരു ദർജ ചെയ്തു കൊടുക്കട്ടെ. ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല. ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. ചിന്ത ചെയ്തിട്ടില്ല. കണ്ണിയത്ത് മരിച്ച ദിവസം പാലക്കാട് പഞ്ചായത്തിലുള്ള ഹിന്ദുക്കൾ പോലും പണിക്ക് പോയില്ല. എല്ലാവരും തൊഴിലൊക്കെ നിർത്തി. കണ്ണിയത്തിന്റെ മരിച്ച ദിവസം എന്ന ദിവസം 993 കണ്ണിയത്ത് മരിക്കുന്നത്. കൊടുക്കട്ടെ. ആ നാട്ടിൽ ചരിത്രമല്ലേ. ഹിന്ദുക്കൾ പോലും അവിടെ തൊഴിൽ പോയില്ല. മയ്യത്ത് കാണാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്തു. റോഡ് സൈഡുകളിൽ പാത്രത്തില് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ നീരൊഴിച്ച് മധുരം കലക്കിയിട്ട് ജനാസ കാണാൻ പോകുന്ന ആളുകൾക്ക് ഹിന്ദുക്കൾ ദാനം ചെയ്ത്. എന്നാൽ കണ്ണിയത്ത് ഹിന്ദു മഹാസഭയുടെ ആളാണോ? പറയാണോ? അല്ല. പക്ഷേ ദൈവത്തിന്റെ ആളാണ്. എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം ദൈവത്തിന്റെ ആളാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മുത്തുനബി അള്ളാഹുവിന്റെ ആളാണ് എന്ന് അബൂജഹലിന് പറയാ. പക്ഷേ കിബ്ർ സമ്മതിക്കാത്തതുകൊണ്ടാണ്. മരിച്ച അബൂജഹലിനോട് ബദർ യുദ്ധത്തിൽ വെച്ച് ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ കഅബയുടെ ഖില്ല വിളിച്ചു പോന്നതല്ലേ? അതല്ല അബൂ ഹക്കമേ, എന്നിട്ട് നമ്മളല്ല തോറ്റത്, മുഹമ്മദ് ജയിക്കുകയാണല്ലോ. ബദർ യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഖ്നസ് എന്ന കൂട്ടുകാരൻ പോയിട്ട് അബൂജഹലിനോട് ചോദിച്ചു, അല്ല ഹൽ ഇൻദ മുഹമ്മദിൻ ഹഖ്ഖുൻ, മുഹമ്മദിന്റെ കയ്യിൽ വല്ല സത്യവുമുണ്ടോ? ഒരാൾ അഖ്നസ് എന്നവരെ മുശ്രിക്ക് ചോദിക്കാൻ ആരോട്? അബൂജഹൽ. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇന്നഹു ലസാദിഖുൻ, മുഹമ്മദ് സത്യവാൻ തന്നെ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കണ്ണിയത്ത് സത്യവാൻ തന്നെ എന്നിവിടുത്തെ എല്ലാ പാർട്ടിക്കും ഉറപ്പുണ്ട്. ചിന്തിക്കുന്നു. ആ കണ്ണിയത്ത് സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ടാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുന്നിക മാർഗം ഹക്കായ മാർഗമാണ്. ഇനിയിപ്പം കമ്മിയുള്ളവരും ഏറുള്ളവരും പലതും പറയാ. അതുകൊണ്ട് ഇത് മാറാൻ പോണില്ലല്ലോ. അതോ കണ്ണിയത്ത് മുശ്രിക്കായി മരിച്ചു എന്നാണോ വാദം? അതോ പാണക്കാട്ട് പൂക്കോയ മുസ്ലിം അല്ലാതെ മരിച്ചു എന്നാണോ വാദം? പൂക്കോയ ആരായിരുന്നു? പൂക്കോയുടെ വീട്ടില് എല്ലാ തിങ്കളാഴ്ച مثل حسنك قط يا سيدي خير النبي الصلاة على النبي. പൂക്കോയ, ഈ പറയുന്ന പൂക്കോയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ മമ്മൂസ് പതിവായി, വെള്ളിയാഴ്ച രാവിലെ ബുദ്ധ പതിവായി, ആഴ്ചയിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട അസ്മാ ബദർ ചൊല്ലിയിരുന്നു. അസ്മാ ബദർ ചൊല്ലിയിട്ട് മക്കളെ പൂക്കോയ പാപ മന്ത്രിച്ചിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് ജാമിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ഒരു സംഘം ഇന്റർവ്യൂ നടത്തുന്ന ചില ആളുകൾ പോയി ചോദിച്ച്, മജ്‌ലിസുൻ നൂർ എന്നൊരു പരിപാടി ഇപ്പോൾ നിങ്ങളെ കൽപ്പന പ്രകാരം നടക്കുന്നുണ്ടല്ലോ, എല്ലാ മഹല്ലുകളിലുമുണ്ട്, അസ്മാ ബദർ ചെല്ലുന്നുണ്ട് മജ്‌ലിസുൻ നൂർ എന്ന പേര്, ഇതിൽ ഖൈറുണ്ട് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ആരോട് ചോദിച്ചു? തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ബാപ്പ നിത്യേന ചൊല്ലിയിരുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അസ്മാ ബദർ ചൊല്ലി ഞങ്ങളെ മന്ത്രിച്ചിരുന്നു. ചിലപ്പോൾ ബാപ്പാക്ക് തിരക്കുള്ള സമയമായിരിക്കും, ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടേ ബാപ്പ വീട്ടിലെത്തുകയുള്ളൂ. എന്നാലും ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് വന്ന് ആ കട്ടിൽ ഇരുന്നിട്ട് ഒരു തവണ അസ്മാ ബദർ ചൊല്ലി മന്ത്രിക്കാതെ ബാപ്പാന്റെ മുമ്പിൽ പോകാറുണ്ടായിരുന്നില്ല.
ഞങ്ങൾ ഉറക്കത്തിലും ചിലപ്പോൾ ഉറച്ചയിലും ഇത് കേൾക്കാറുണ്ട്. പൂക്കോയ പാപ്പ മനസ്സിലായില്ലേ? ആരാത് ചെയ്യാറ്? എന്ത് ചൊല്ലി മന്ത്രിക്ക പറയാ? ആരാ ചെയ്തത്? പാണക്കാട് പൂക്കോയ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത് പറയാ? അങ്ങനെ ഇതിന്റെയൊക്കെ പിന്നാലെ ഞങ്ങൾ നടക്കേണ്ട ആവശ്യം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നാലെ നമുക്കിവിടെ ഒരു മഹാന്മാരില്ലേ? പാണക്കാട് പോയ സമസ്തയുടെ മുശാവറയിൽപ്പെട്ട ആളായിരുന്നു. മരണമായി SOS സംസ്ഥാന പ്രസിഡന്റ്, സുന്നി സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ മരിച്ച് മരിച്ചിട്ട് കരയാത്തവരില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തൗഫീഖ് തരട്ടെ. റബീഉൽ 30 വരെ മൗലൂദും ഇങ്ങനെയുള്ള അമലുകൾ നടന്നിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ മൗലിദുകളും സ്വലാത്തുകളും പൂക്കോയ പാപ്പ സ്ഥാപിച്ചിരുന്നു. ഏതൊരു വിഷയത്തിന് പോകുമ്പോഴും മൗലൂദോദൽ പാപ്പ തങ്ങളുടെ പതിവായിരുന്നു. അവസാന ഹജ്ജിന് പോകുന്ന 1971 ഡിസംബറിൽ പോലും നേരത്തെ ഉച്ചവരെ മൗലിദ് മങ്കൂസും മുശറഫൽ അനാമിയും ചൊല്ലിയിട്ട് വീട്ടിലുള്ളവർക്ക് നാട്ടിലുള്ളവർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ട് അവസാനത്തെ ഹജ്ജിന് പോയ അവസാനത്തെ ഹജ്ജിന് പോയപ്പോൾ പോലും അശ്റാഖൽ ബദറു അലൈനാ ഫതഫാത് മുനൂറു മിത്ലഹു رأينا يا وجه سروري عليك يا رسول سلام عليك يا حبيب صلوات الله عليك. 1971 ഡിസംബറിലെ അവസാനത്തെ ഹജ്ജിന്റെ ബാബക്ക് തങ്ങളുടെ മൗലൂദിൽ കൂടിയവര് ഇന്ന് കൊയിലാണ്ടിയിലുണ്ട്. സാക്ഷികളുണ്ട്, പത്രല്ല. എന്റെ കൂടെ പോലെ ഞാൻ രാത്രി കാണിച്ചു. പൈസമാര്, തൊണ്ടന്മാര്, ഞാൻ അവരെ കാണിച്ചുതരാം. ഞാൻ അവരെ വിളിച്ചോളത്തിൽ ഇതാ നടുവിൽ എന്ന നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ വന്നിട്ടുണ്ട്. ബാപ്പക്ക് തങ്ങൾ അവസാനത്തെ യാത്രയിലും മൗലൂദും ശറഫലാണ് മങ്കൂസ് വാസുകളെ ഓതിയിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് നടുവിൽക്കാർക്ക് അങ്ങോട്ട് യക്കീനായിട്ട് നടുവെന്ന് തലയിൽ കയറിയില്ല. അതുകൊണ്ട് ഞാൻ അവരെയും കൂട്ടി വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു പറയാൻ. അന്ന് ബാല്യക്കാരായിരുന്നു, ഇന്ന് വൃദ്ധന്മാരായ ആളുകൾ, ഞാൻ പരിചയമുള്ള എത്രയോ ആളുകൾ ഇന്ന് കൊയിലാണ്ടിയുണ്ട്. ബാഫക്ക് മഹലിലുണ്ട്, ഇന്നുണ്ട്. നാളത്തെ കാലത്തല്ല, ഇന്നുണ്ട്. പിന്നെന്തിനും ബേജാറാവും? ആ ബാഫക്ക് മരിച്ചിട്ടാണ് 30 ലക്ഷം ആളുകൾ ഹറമിൽ നിസ്കരിച്ചത്. അല്ലേ? അറിയ മനുഷ്യൻ ഇവരൊക്കെ പേച്ചു എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ ഓന് ഗുളിക കൊടുക്കണമെന്നല്ലാതെ. ഈ ബാപ്പക്ക് പേച്ചു പോയി എന്നൊരാൾ പറഞ്ഞാൽ അവന് ഗുളിക വാങ്ങി കൊടുത്ത് അവന്റെ തല ലെവലാക്കാൻ നോക്കണം. അല്ലാതെ അവന് വേറെ മരുന്നില്ല, അവനോട് വേറെ കാര്യമില്ല. ഒരു ഗുളിക കുറഞ്ഞൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? അവന് ഗുളികന്റെ കുഴപ്പമാണ്. ഗുളിക കുടിക്കണം. തലച്ചോറിൽ എവിടെയോ കംപ്ലൈന്റ് ഉണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഒരു വർത്താനല്ല, എന്ത് വർത്താനം പറയേണ്ട കാര്യം? എല്ലാവരും കാര്യം ചിന്തിക്ക്. ലക്ഷക്കണക്കിന് ജന്നത്തുൽ മുഹല്ലയിലെ അറബികളാണ് ഈ കൊണ്ടുപോയത്. പൊട്ടി കരഞ്ഞില്ലേ അറബികള്? തൂഫിയ സയ്യിദുൽ മലബാറുകളുടെ നേതാവ് മരിച്ചിട്ടുണ്ട് എന്ന് മിനയിലും മക്കയിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന്, എല്ലാവരും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന്, അതായിരുന്നു അറബികളെ മന്ത്രം മുഴുവനും. ഹജ്ജിന് വന്നവരും മുഴുവനും മയ്യത്ത് തിരിച്ച് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ഹറമിൽ നടന്ന മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരത്തിൽ ഒരു മയ്യത്ത് നിസ്കാരം മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി റഹിമഹുല്ലാഹ് അവരെ കൂടെയാകാൻ തൗഫീഖ് തരട്ടെ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവുക പറഞ്ഞിട്ടില്ലേ? അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തില്ലേ? ആ ബാഫഖിയാണ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ചത്.
ബാപ്പക്ക് തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാരും മദ്രസ ആരുണ്ടാക്കിയത് എനിക്കറിയില്ല, സമസ്ത മദ്രസ ഉണ്ടാക്കിയത് അത് അവരാണ് അതിന്റെ ഫൗണ്ടർ. മനസ്സിലാവണില്ല പറഞ്ഞത്? അവരുടെ ആദ്യത്തെ സംഭാവന 25 റുപ്യ ആദ്യം സംഭാവന കൊടുത്തു. ആര്? അന്ന് 1 റുപ്യക്ക് 1 ഏക്കർ ഭൂമി കിട്ടും. 1 റുപ്യക്ക് 1 ഏക്കർ ഭൂമി കിട്ടും. അക്കാലത്ത് 25 റുപ്യ കൊടുത്തു. പിന്നെ വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തലപ്പാ വഹിച്ച് പിരിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അങ്ങനെ ഉണ്ടാക്കിയത്. ഇന്ന് അതിന് ലക്ഷക്കണക്കായ മാലിന്യങ്ങളുണ്ട്, ദശലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ. അവരൊക്കെ ഇതിനെ നമ്മൾ അവിടെ കൊണ്ട് ആവശ്യം. അല്ലാഹു അവിടെ നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെത്തിയാൽ മതിയല്ല, അവിടുന്ന് പോകണമെന്നുണ്ട്. സ്വർഗവും കടന്ന് പുറത്തു പോകണം. അങ്ങനെ പറയും മനുഷ്യന്മാരെ, ഒന്ന് പറയും മനുഷ്യന്മാരെ, സ്വർഗത്തിൽ എത്തണമെന്നല്ലേ ഉള്ളൂ. ഒന്ന് പറയും മനുഷ്യന്മാരെ, ഒരു പന്ത് നമ്മളൊരു കളത്തിൽ പന്ത് കളിക്കുമ്പോ നമ്മളൊരു അടിയടിച്ചാൽ, ബോളൊരു അടിയടിച്ചാൽ അങ്ങേ പോസ്റ്റ് കവർ ചെയ്യാന്നല്ലേ ഉള്ളൂ. പന്ത് ഈ നാട്ടിൽ തന്നെ പോകണം. നിങ്ങൾ സ്ഥലത്തില്ല ബാപ്പക്ക് തങ്ങൾ പോക്കോയത്തങ്ങളല്ലേ ഉള്ളൂ, അവിടുന്നും പോകണം. ഉരുവിനെയും വിട്ട് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ പോകണമെന്നുണ്ടോ? അങ്ങനെ മുന്നിന്റെ പേര് മനസ്സിലായില്ല. അമ്പ് എവിടെ എത്തിയാൽ മതി? ഉരുവിൽ ഉരുവിനെയും വിട്ട് അമ്പ് പുറത്തേക്ക് പോയതുപോലെ സ്വർഗത്തിന് വിട്ടു പുറത്തു. ബാപ്പക്ക് തങ്ങൾ ചെയ്താൽ തന്നെ അവിടെ എത്തും. ഒന്ന് പറ എന്റെ മനുഷ്യന്മാരെ, ബാപ്പക്ക് തങ്ങൾ ചെയ്താൽ തന്നെ അവിടെ എത്തും സ്വർഗത്തിൽ. എന്തുകൊണ്ട്? അത് എവിടെ പറഞ്ഞു? അതിൽപ്പെട്ട ഒരാൾ ബാപ്പക്ക് ആണെന്ന് അല്ലാതെ കാര്യമല്ല. കേരളത്തിലെ കോടിക്കണക്കായ മനുഷ്യന്മാർ ഹിന്ദു മുസ്ലിം ഒക്കെ നല്ലവനായിരുന്നു. എന്താ അതിൽ പാർട്ടി പോലും ഇല്ല. ബാപ്പക്ക് തങ്ങളുടെ മകനെ കച്ചവടം ചെയ്യുന്നൊരു അബൂബക്കർ ബാഫക്ക് എന്നൊരാളുണ്ട്. അദ്ദേഹം എന്നോട് ഒരിക്കൽ സംഭവം പറഞ്ഞു. അബൂബക്കർ ബാഫ എന്നോട് ഒരു സംഭവം പറഞ്ഞു. കഴിഞ്ഞ അച്യുതാനന്ദൻ നടന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അത് ആഭ്യന്തര മിനിസ്റ്ററിൽ പോയിട്ട് അവിടുന്ന് കടലാസ് എഴുതി വാങ്ങി. അങ്ങനെ പ്രഗത്ഭനായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ കണ്ട പ്രശ്നം സാധിക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നീതിയോടുകൂടെ തീരുമാനം കിട്ടിയാൽ മതി. പക്ഷെ അത് പോലീസ് കളിക്കാം. അതുകൊണ്ട് നീതിയോടെ തീരുമാനം കിട്ടും. അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതിന് കടലാസ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കടലാസ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? അവിടുത്തെ ഏറ്റവും വലിയ കൊയിലാണ്ടിയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എഴുത്തു കൊടുത്തു. അബൂബക്കർ ബാഫക്ക് മന്ത്രിന്റെ ചേംബറിൽ ചെന്നു പറഞ്ഞു, ഞാൻ അബൂബക്കർ ബാഫക്കാണ്, ബാഫക്ക് തങ്ങളുടെ മകനാണ്. അപ്പൊ ആഭ്യന്തരമന്ത്രി ഇവിടെ ഇരുത്തി. പേരൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാന്നൊക്കെ ഞാൻ പറയുന്നു. കത്ത് കൊടുത്തു. ഇത് നീതിയോടുകൂടി തീരുമാനം ഉണ്ടാക്കി തരണം. ഇതിൽ പോലീസ് ഉറപ്പാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം കത്ത് ഇങ്ങനെ വാങ്ങിയിട്ട് നോക്കിയില്ല. അതിങ്ങനെ ചീന്തി കൊട്ടയിലിട്ട് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കയറി വരാൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ എഴുത്തിന്റെ ആവശ്യം. നിങ്ങൾ ബാഫക്കാരനാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ അതിന് വലിയ അംഗീകാരം ഈ പറഞ്ഞ ആൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തന്നെ മനസ്സിലായില്ല. ഇവിടെ ആരെങ്കിലും ഒരു പോലെ നിങ്ങൾ അവിടെ നിങ്ങൾ കൊയിലാണ്ടിയിലെ എൽസിയുടെ എഴുത്തുമായി നിങ്ങൾ വരാം. നിങ്ങൾ ആരാ? നിങ്ങൾ ബാഫക്കടങ്ങൾ വായുവിനെയും വെള്ളത്തിനെയും പോലത്തെ ഒരാളാണ് കേരളത്തിൽ. വായു ആവശ്യം പോലെ അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ വെള്ളത്തിനെ പോലെ എല്ലാവർക്കും ആവശ്യം. ഹിന്ദു മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പച്ചവെള്ളം പോലെയും വായുവിനെ പോലത്തെ ഒരാളായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് പ്രശ്നം ഉണ്ടായിട്ട് അതിനിവിടെ എൽസിയോ കടലാസ് വന്നു വരാൻ പാടില്ല. മനസ്സിലായില്ല പറഞ്ഞത്? ചിന്തിക്കണം. ഇത് പറഞ്ഞ അബൂബക്കർ ബാഫ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സമസ്ത കേരള ജമഅത്തുൽ ഉലമ. ഇവര് ജീവിച്ച ശൈലിയാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ബാപ്പക്ക് തങ്ങൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു എന്നല്ല,
4 ഭാര്യമാരുണ്ടായിരുന്നു, 4 ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഒരുപാട് പേരെ ഉണ്ടായിരുന്നു. ബാപ്പക്ക് തങ്ങളുടെ കാലത്ത് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. ബാപ്പക്ക് തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുപോകണമെന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരും ഉണ്ടായിരുന്നു. ബാപ്പക്ക് തങ്ങൾക്കാകട്ടെ ഒരു പാർട്ടിയോട് സഹകരിച്ചിട്ട് അവരെ വോട്ടും കൂടെ കിട്ടിയാൽ തിരക്കടില്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റുമായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ 3 ഭാര്യ പോണ്ട, ഒരു ഭാര്യയെങ്കിലും ജുമാക്ക് പോയിക്കോട്ടെ എന്ന് ബാപ്പക്ക് തങ്ങൾ കരുതിയിട്ടില്ല. നേരം വൈകിയോ? നേരം വൈകിയോ? അതുകൊണ്ട് എന്റെ പ്രമാണം ബാപ്പയാണ്. 20 കൊല്ലമായി കേരളത്തിൽ ഖുർആന്റെ ഒരു ഖിദ്മത്ത് ചെയ്യുന്ന സാധുവാണ് ഞാൻ. പക്ഷേ നിങ്ങളെ പ്രമാണം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും എന്റെ പ്രമാണം ബാപ്പയാണ്. എന്തുകൊണ്ട്? ബാപ്പക്ക് പ്രമാണമാണെന്ന് ഫാത്തിഹയിലുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തഖ്വീഖ് കൊടുത്തട്ടെ. കണ്ടവന്റെ പിന്നാലെ മുഴുവൻ പോകരുത്. ഈശ നിസ്കാരം കഴിഞ്ഞാൽ ബാപ്പ തങ്ങൾ ഹജ്ജാത്ത് ചൊല്ലും. അത് തിരുവനന്തപുരത്തെ റെസ്റ്റ് ഹൗസിലാണെങ്കിലും ചൊല്ലും, അത് ബസ് സ്റ്റാൻഡിലാണെങ്കിലും ചൊല്ലും, അത് ലീഗിന്റെ യോഗത്തിലാണെങ്കിലും ചൊല്ലും. മനസ്സിലായില്ല? ലീഗിന്റെ രാഷ്ട്രീയ ലോകം നടക്കുകയായി. ഈശ നിസ്കാരം കഴിഞ്ഞാൽ ഹജ്ജാത്ത് തുടങ്ങും. ചിലപ്പോൾ ആളുകൾ ബാപ്പക്ക് തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നിരുന്നു. തങ്ങൾ ഹജ്ജാത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഹജ്ജാത്ത് തുടങ്ങിയ പിന്നെ വിടൂല. അവൻ ഹജ്ജാത്ത് തീരുന്നവരെ ഇവിടെ വന്നിരിക്കും. ഈ ഹജ്ജാത്തൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്നവരാണ് ഈ വന്നിരിക്കുന്നവര്. എന്നാ അവർക്ക് വിരോധമൊന്നുമില്ല. ഹജ്ജാത്ത് കഴിഞ്ഞാൽ തങ്ങൾ അപ്പൊ ഒരു ആമീൻ പറയും. നിങ്ങളിവിടെ സ്ഥലത്തിൻ്റെ എത്ര ചരിത്രം അങ്ങനെ അതുകൊണ്ട് ഇന്നലെ ജീവിച്ചതുവരെ പോലെ നിങ്ങളെ ജീവിച്ചോളൂ. സമസ്ത ഒരു മതമല്ല, സമസ്ത ഒരു സംഘടനയുമല്ല. സമസ്ത ഒരു സംഘടനയാവുകയാണെങ്കിൽ എന്നെ പോലത്തവർ അത് ഉണ്ടാവുകയുമില്ല. സമസ്ത ഒരു സംഘടനയല്ല, സമസ്ത ഒരു ദീനാണ്. അത് അല്ലാഹുവിന്റെ ദീനിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അത് പുതിയൊരു വാദമല്ല. പുതിയ ഒരു വാദമാണെങ്കിൽ ഞങ്ങളൊന്നും അതിലുണ്ടാവുകയില്ല. എന്താണ് സിദ്ദീഖുൽ അക്ബർ ചെയ്തത്? അതാണ് സമസ്ത. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തത്? മദീനയിൽ 23 റക്അത്ത് തറാവീഹ് നമസ്കരിക്കാൻ സ്ഥാപിച്ചത് വേറാരുമല്ല, സയ്യിദുൽ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ്. ചില പ്രമാണം നോക്കി, ചില കിതാബ് കിട്ടി, ചില കിതാബ് അന്ന് അച്ചടിയില്ലാത്ത കിട്ടിയില്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? ഉണ്ടാവില്ല. അത് ഉമറിന് വെച്ചാവും. അല്ലാഹു കാക്കട്ടെ. അത് ഞമ്മക്ക് പറയില്ല. നമ്മൾ പറഞ്ഞ ഉമർ തളിപ്പറമ്പ് മീൻ മാർക്കറ്റിൽ ഉമ്മറല്ല. മനസ്സിലായില്ല? ഉമ്മറിന് വേക്കും. അതേത് ഉമ്മർ? തളിപ്പറമ്പ് മീൻ മാർക്കറ്റിൽ മനസ്സിലായില്ലേ? നടുവിൽ അങ്ങാടിയിലെ മലഞ്ചരക്ക് കച്ചവടക്കാരനായ ഒരു ഉമ്മറുണ്ടെങ്കിൽ ആ ഉമ്മറിന് വേക്കാം. മക്കത്ത് എന്നൊരു ഇമാം ഉമ്മറുണ്ടെങ്കിൽ ആ ഉമ്മറിന് വേക്കാം. ആർക്ക് വേക്കൂല? ഉമറിന്റെ സത്യം വെച്ചിട്ടുണ്ടത് പറഞ്ഞത് പൊന്നുമോനെ ആരെന്ന് വിചാരിച്ചാൽ മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും നടന്നു. അത് 23 അത് ഉമർ ഞങ്ങളെ കിട്ടൂല. അതിനുണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. ദീനാണ് സംഘടന. എങ്ങനെ സംഘടന? സമസ്ത സംഘടനയാണെങ്കിൽ നമ്മൾ നേരിട്ടുണ്ടാവില്ല. അത് ദീനാണ്. ദീനീനൊരു പ്രൊട്ടക്ഷൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ മതിലിന്റെ ലക്ഷ്യം എന്താ? മതിൽ ഒരു വേറിട്ടൊരു പരിപാടിയാണ്. പിന്നെന്താ? വളപ്പിനെ സംരക്ഷിക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. അല്ലാതെ അത് വേറൊരു പ്രൊജക്റ്റ് അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇത് മതിലല്ലേ? നിങ്ങൾ ഇന്നെ നോക്കി പിടിപ്പിക്കലും മനുഷ്യന്മാര് ഇത് മതിലല്ലേ? ആണല്ലോ. മതിൽ എന്നൊരു പുതിയ പ്രൊജക്റ്റ് അല്ല. പിന്നെന്താ? ഈ വളപ്പിനെ സംരക്ഷിക്കാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. അത് പുതിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. ഇത് പുതിയൊരു പ്രൊജക്റ്റ് അല്ല. ഇതിനെ സംരക്ഷിക്കാനുള്ള മാനദണ്ഡം. സമസ്ത ഒരു പുതിയ പദ്ധതിയല്ല, പഴയതിനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ്.
സമസ്ത സംഘടന സമസ്ത സംഘടന ദീന സംരക്ഷണമാണ് എന്നത് ആ ദീന സംരക്ഷണത്തിന് പുറത്തു പോയാൽ റഹ്മത്തുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല. അത് സ്വാലിഹ്യങ്ങൾ സ്ഥാപിച്ചതാണ്, അത് വരക്കലും മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ചതാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഈ മാർഗത്തിൽ തന്നെ പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പോവുക മാർഗത്തിൽ തന്നെ പോകണം. ആഖിർ സമാനാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാപ്പയും മകനും കടവ് കടന്നു, ബാപ്പയും മകനും കടവ് കടന്നു, ബാപ്പയും മകനും. ബാപ്പാക്ക് പുഴയിൽ പരിചയം തുടങ്ങിയിട്ട് 10-50 കൊല്ലായി, മകൻ ഇപ്പൊ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ മകന് നല്ലത് എന്താണെന്നറിയോ? എന്താ നല്ലത്? ബാപ്പ ഇറങ്ങിയോടത്തെ ഉറങ്ങണം. അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് മസിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഇത് പോണേങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. എന്തുകൊണ്ട് ബാപ്പ ഇറങ്ങിയ കടവിലാണ് മകൻ ഇറങ്ങാൻ നല്ലത്? എന്തുകൊണ്ട്? ബാപ്പാക്ക് കടവ് പരിചയമുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് 1000 കൊല്ലങ്ങളിലേറെയായി സ്വാലിഹീങ്ങൾ കിടക്കുന്ന കടവാണ്. അതിൽ തമ്മാടികളിൽ കടവില്ല, ശെക്കുള്ളവരിൽ കടവില്ല, ഈ കടവിൽ ശെക്കുള്ളവരെ അറിയിട്ടില്ല, വെള്ളം കുടിച്ച് ചത്തുപോയവരിൽ കടവിൽ ഉണ്ടായിട്ടില്ല. ഇത് സ്വാലിഹീങ്ങൾ കിടന്ന കടവാണ്. ഈ കടവിലാണ് നീന്തമറിയാതെ നമുക്ക് കിടക്കാൻ നല്ലത്. ചിന്തിക്കണം. അവരുടെ മാർഗത്തെ അനുധാവനം ചെയ്യണം. അവർ പോയ വഴി പോകാൻ തയ്യാറാകണം. ഏത് വിഷയമാണ്, ഏത് വിഷയമാണ്, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ അതാണ് മുഅ്മിനീങ്ങളുടെ തീരുമാനം. വമാ റആഹുൽ മുഅ്മിനൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ വമാ റആഹുൽ മുഅ്മിനൂന ഖബീഹൻ ഫഹുവ ഇൻദല്ലാഹി ഖബീഹ്. അല്ലാഹു നമുക്ക് നാഫിയായി തരട്ടെ. വെള്ളിയാഴ്ച ദിവസം ളുഹറിന് 2 ബാങ്കുണ്ട്. അതിലൊരു ബാങ്കാണ് മുത്തുനബിയുടെ ബാങ്ക്, മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ബാങ്ക് മുത്തുനബി ചെയ്യാതെ 1400 കൊല്ലത്തെ മുഅ്മിനീങ്ങൾ ചെയ്തതാണ്. ആര് ചെയ്തിട്ടില്ല? പറയും മുത്തുനബി. വെള്ളിയാഴ്ച ഇന്ന് നമ്മുടെ മൈൻഡുകളിൽ പറയും മനുഷ്യന്മാരെ ളുഹറിന് 2 ബാങ്ക്, 2 ബാങ്ക്. അതിൽ മുത്തുനബി അറിയുന്ന ബാങ്ക് ഒന്നാണ്. രണ്ടാമത്തെ ബാങ്ക് കാലം മുതൽ ഇന്നലെ വരെ, മിനിഞ്ഞാന്ന് വരെ മുഅ്മിനീങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്. അത് റസൂലുള്ള ചെയ്ത ഭാഗ്യമല്ല. പക്ഷേ 4 ഇമാമികൾ അതിനെതിരെ പറഞ്ഞിട്ടില്ല. ഒരു ഇമാം ശാഫിഈ. ആരാ ശാഫിഈ? 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. പറയാത്തൊരു വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇമാം ശാഫിഈ. എന്താ വിചാരിച്ചേ? ഇമാം ശാഫിഈ 7ാമത്തെ വയസ്സിൽ മനപ്പാഠമുള്ള ഇമാം ശാഫിഈ. 10ാമത്തെ വയസ്സിൽ ഹദീസ് കിതാബ് മനപ്പാഠമാക്കിയ ഇമാം ശാഫിഈ. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം ശാഫിഈ 54ാമത്തെ വയസ്സിൽ മരിച്ചു. 54. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ 64 74 കടന്നുണ്ടോ? എന്ത് ചെയ്ത്? 54ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. പറയും മനുഷ്യന്മാരെ. അപ്പോഴത്തിന് 10 ലക്ഷം 15 വയസ്സായപ്പോൾ 10 ലക്ഷം ഇത് പഠിക്കാത്ത ഖുർആനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മസലക്കൊക്കെ ഓടും. ചില മസലകൾ കണ്ടുപിടിക്കാൻ വേണ്ടി 100 വട്ടം ഓടിയ സമയം ഒരു മസലക്ക് വേണ്ടി ഖുർആൻ ഓടും. എത്ര വട്ടം? 100 വട്ടം. 100 ഖത്ത് ഓതിയ ആള് ആയുസ്സിൽ ഓതിയാൽ അത് ഗുളിക കഴിക്കണം. വളരെ ഒരിക്കൽ ഒരാൾ ഒരു മസ്അല ചോദിച്ചു ശാഫിഈ ഇമാമിനോട്. കിട്ടിയില്ല.
ഫഖറഅൽ ഖുർആൻ ഓതി ഫമാ വജദഹ കിട്ടിയില്ല ഫഖറഅ പിന്നെ ഓതി കിട്ടിയില്ല പിന്നെ ഓതി ഓ ഹത്തം നിർത്തോല 30 ജുസു ഹത്തം നിർത്തോല പിന്നെ കിട്ടി ഓതി കിട്ടിയില്ല പിന്നെ ഓതി കിട്ടിയില്ല. 10 ലക്ഷം ഹദീസുമായി കമ്പയർ ചെയ്ത് ആയത്തിൽ തന്നെ കിട്ടുന്നില്ല. അങ്ങോട്ട് ഓതി ഫഖറഅൽ ഖുർആൻ ലിതിൽകൽ മസ്അല 3 മറ. ആ ഒരു മസ്അലയ്ക്ക് വേണ്ടി 300 ഹത്തം തീർത്തു. അഭിമാനിക്ക്, ഞാൻ ഷാഫി ഇമാമാരനാണ്, അഭിമാനിക്ക്. അൽഹംദുലില്ലാഹ് എന്ന് പറ മനുഷ്യ, അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഷാഫി ഇമാമാരാണ്, അഭിമാനിക്ക്. അങ്ങനത്തെ ആൺകുട്ടിയല്ലേ ഇമാം ഷാഫിഈ. ഈ ആൺകുട്ടിയെ നബി നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്, എന്റെ സമുദായത്തിൽ വരുന്നുണ്ട്, ഫിഖ്ഹിന്റെ നെല്ല് പതിർത്തരും, ഭൂമി മുഴുവൻ വിജ്ഞാനം നടത്തുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് പറഞ്ഞ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു കുന്നാ നറാ അന്നഹു ശാഫിഈ. അപ്പറഞ്ഞത് ഷാഫി റളിയല്ലാഹു അൻഹു. ഒരു മസ്അല കണ്ടുപിടിക്കാൻ പറ്റിയ ഖുർആൻ ഹത്തം നിർത്തുന്നത് എത്ര വട്ടം? 300. അങ്ങനത്തെ മനുഷ്യനെ പിൻപറ്റല്ലാതെ ആരെ പിൻപറ്റാൻ പറ്റില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഷാഫി ഇമാം പറഞ്ഞു ജുമാഅക്ക് 2 വാങ്ങ് കൊടുക്കണം, റസൂലുള്ളാഹി ഒന്നേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ ഒന്ന് വെച്ച് വിൽക്കണ്ട പറയേ എന്ന് റസൂലുള്ളാഹിന്റെ ദീനിലുണ്ട്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ആവശ്യാനുസാരം ചെയ്താൽ നമുക്ക് ഒപ്പുണ്ട്. അതുകൊണ്ട് അത് ഉസ്മാൻ ചെയ്തത് റളിയല്ലാഹു അൻഹു. ഉസ്മാനെ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്താൽ അഹങ്കാരമാണ് എന്നും പറയുന്ന കുറച്ച് ആളുകൾ ഉസ്മാൻ ചെയ്തത് ഞങ്ങൾ ചെയ്യൂല. അപ്പൊ അവർക്ക് വലിയ ചൊല്ലുള്ളൂ. അതിനെന്താ മറുപടി അറിയാം? അഹങ്കാരം. അല്ലാണ്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക, ഞാൻ നീട്ടുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അതേതെങ്കിലും മുസ്ലിയാരോട് നടിച്ചിട്ട് മാറണ്ട. ഒരു മുസ്ലിയാരോട് ദേഷ്യമുണ്ടായതുകൊണ്ട് സുന്നി ഒഴിവാക്കണ്ട, ഒരു പാർട്ടിയോട് ദേഷ്യമുണ്ടായതുകൊണ്ട് സുന്നി ഒഴിവാക്കണ്ട. സുന്നി എന്നത് കേവലം ഒരു സംഘടനയല്ല, അത് അല്ലാഹുവിന്റെ ദീനാണ്, അത് മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ ദീനാണ്, അത് പരിശുദ്ധ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ കൊണ്ടുവന്ന ദീനെ പരിശുദ്ധ ഓമന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പഴയ കിതാബും ഹദീസും ഖുർആനും ഒരു പുതിയ പേരിട്ടു. അത് പേക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. എന്റെ കുട്ടിക്കാലത്ത് കോഴി, നാടൻ കോഴി മനസ്സിലായില്ല. ഇന്നിപ്പോ ഒരു പരക്കാരി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സാധാരണ പറയുന്നത് ഭക്ഷണം വേണ്ട, ഭക്ഷണമൊക്കെ എവിടെ നിന്ന് കഴിച്ചു പോയി, ഭക്ഷണമൊന്നും വേണ്ട, വേഗം പരിപാടി തുടങ്ങിയാൽ മതി. അപ്പോൾ അവര് പറയും അങ്ങനല്ല ഉസ്താദ്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം എന്റെ അമ്മക്ക് പോലും എന്നോട് ഇല്ലാത്തൊരു ഇഷ്ടമാണ് പല സംഘാടകർക്കും. അപ്പൊ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുമല്ല, എന്റെ പേര് പറഞ്ഞ് ഇവർക്ക് തിന്നാലും അതിനു വേണ്ടി ഇവരുണ്ടാക്കുന്ന നിങ്ങൾക്ക് നമ്മൾ കോഴി ഉണ്ടാക്കിയ പറ്റും. കോഴി ഉണ്ടാക്കിയ ഒരു നിബന്ധന നാടൻ കോഴിയാകുക. ഇത് 40 കൊല്ലം മുമ്പ് ശുഗപുരം അബൂബക്കർ മുസ്ലിയാർ ബയാൻ പറഞ്ഞ കാലത്ത് ഉസ്താദെ നിങ്ങൾക്ക് കോഴി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നാടൻ കോഴിയാളെ ആൾക്കാർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഒരു ബിദഅത്താണ്. എന്ത് പറയും മനുഷ്യന്മാരെ, എന്ത് നാടൻ കോഴി ആകണം എന്നിപ്പോ നമ്മൾ പറയുന്നത് പണ്ട് ഒന്ന് പറയാ, പണ്ട് കോഴിയുള്ളൂ, കോഴി ആട് അങ്ങനെ കോഴി പറയും മനുഷ്യന്മാരെ. ഒരു 40 കൊല്ലം കോഴിയുടെ പേര് പല ജാതി ചാവാലികൾ ബ്രോയിലർ, കിടിനി കളിക്കുന്ന സാധനം പേര് എന്റെ ഇറങ്ങിയപ്പോൾ ഒറിജിനൽ നമ്മൾ പുതിയ പേര് എന്ത് അതിനെന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പുറത്തു. പല ജാതി ബ്രോയിലറുണ്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഒറിജിനൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ നബിയുടെയും സ്വഹാബത്തിനെയും പ്രേമിച്ച് നടക്കുന്നത്. അതാണ് ഇത് മായന, അല്ലാതെ ഇംഗ്ലീഷ് ഒന്നും അല്ല. മനുഷ്യന്മാരെ നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? നേരം വയ്ക്കോ? വളരെ ലളിതമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നത്ത് നബിയുടെ മാർഗ്ഗം, ജമാഅത്ത് സ്വഹാബത്തിന്റെ മാർഗ്ഗം. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുത്ത് നബിയെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചവരുടെ മാർഗ്ഗം. മുത്ത് നബി ഒറ്റയ്ക്കല്ല, ആരും വേണം, സഹാബത്ത് വേണം. കാരണം നബിയെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടവർക്ക് എങ്ങനെ
നബിയെ തുടരണമെങ്കിൽ അവരെ കാണണ്ടേ. 100ാമത്തെ സഫിൽ ഒരാൾ തുടരുന്നെങ്കിൽ തുടരുന്നത് ഇമാമിനെ തന്നെ. പക്ഷേ 99ാമത്തെ സഫുകാർ നോക്കിയിട്ടാണ് റുക്കോയിൽ പോവുക. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. ഇപ്പോഴല്ലേ മൈക്കൊക്കെ ഉണ്ടായത്? അതിപ്പോ പുതിയ വിദ്യാർത്ഥിയല്ലേ മൈക്ക്. പണ്ടത്തെ കാലത്ത് ഇമാമിന്റെ ഒച്ച ഇങ്ങോട്ട് എത്തൂല. ഇമാമിന്റെ ശബ്ദം ശരിക്കും കേട്ടത് അതും വയസ്സായ ഇമാമിങ്ങളൊക്കെ ആയിരിക്കും. നല്ല നല്ല വക്കാറും ഖുശൂഉള്ള അവരെ ഒഴിവാക്കൂല. അവർക്ക് വലിയ ഒച്ച ഓതാനോട്ട് കഴിയൂല. അപ്പൊ അവര് 1ാം സഫ്വേര് കേൾക്കും. അപ്പൊ 1ാം സഫ്വേർക്ക് റുക്കോയും സുജൂദും ശരിക്കും അറിയും. അവര് റുക്കോയിൽ പോകുമ്പോ പറയും 2ാം സഫ്വേരും പോകും. 2ാം സഫ്വേര് പോകണ്ടാൽ പറയും 3ാം സഫ്വേര് പോകും. 3ാം സഫ്വേര് പോകുന്നുണ്ടാൽ 99ാം സുജൂദ് റുക്കോയിലേക്ക് പോകുന്ന കണ്ടാൽ 100 പോകും. അപ്പൊ 100 വാശി വിളിക്കാം, ഞങ്ങൾ ഇവരെ തുടരുന്നില്ല, ഞങ്ങൾ ഇമാമിനെ തുടരുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ റുക്കോയിൽ പോകാതെ ഇതിന് കോമൺ സെൻസ് ഉണ്ടായ പോലെ തലച്ചോറിൽ കുറച്ച് വെള്ളം മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും കാലത്ത് ഇമാമിൽ വെച്ചേ അങ്ങനത്തെ സാഹചര്യം നമ്മളാരെ കാണുള്ളൂ? നമ്മളെ മുമ്പിലുള്ള കണ്യത്തിന്റെ റുക്കുവാണ് നമുക്ക് കണ്യത്തിന് കുത്തുബിന്റെ റുക്കുവാണ്. കുത്തുബയുടെ കണ്യത്തിന്റെ പൂക്കോയന്റെ കണ്ടിട്ടാണ് നമ്മളെ സുജൂദ്. അവർക്കും അവരെ മുമ്പിലെ സ്വപ്പുണ്ട്. ആ സ്വപ്പിന്റെ മുമ്പില് സിദ്ദീഖ്, ഉമർ, ഫാറൂഖിന്റെ സ്വപ്പുണ്ട്. ആ സ്വപ്പേ നബിയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ തുടർന്നത് എല്ലാവരും 100ാമത്തെ സ്വപ്പുകാർ തുടർന്നാൽ തന്നെയാ, ഇമാമെ തന്നെയാ, നബിയെ തന്നെയാ. പക്ഷെ അത് കണ്ടിട്ടില്ല. ഇതിന് ബുദ്ധി കുറഞ്ഞ വെള്ളമുണ്ടായ പോലെ തലച്ചോറ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മക്ക് നബിയെ തന്നെ കാണണം. അത് ഇവിടെ നിസ്കരിക്കേണ്ടി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതല്ലാതെ നമ്മൾ സ്വഹാബത്തോടുള്ള നമ്മൾ ഖുർആൻ നോക്കിയാണ് നിസ്കരിക്കാന്ന് പറയുന്നത്. കുറച്ച് കൂട്ടര് ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ എന്റെ കഥ കഴിയും. ആദ്യം പറഞ്ഞു സുജൂദ്, പിന്നെ അപ്പൊ പ്രശ്നമായി. ഖുർആൻ അനുസരിച്ച് നോക്കി നിസ്കരിക്കുകയാണെങ്കിൽ റുക്കൂവിന് പോയിട്ട് പിന്നെ ചെമ്പോല് വരുമ്പോൾ അങ്ങോട്ട് വരും. എന്തിലേക്ക്? പറ. പ്രശ്നം ഒന്ന് അതുകൊണ്ട് കഴിഞ്ഞില്ല, പ്രശ്നം പിന്നെയും വരും. എന്തുകൊണ്ട്? ഖുർആനിൽ റുക്അയിനാണ് പദപ്രയോഗം കൂടുതൽ, സുജൂദിന് പദപ്രയോഗം കുറവാണ്. വസ്ജുദു ഒരു വട്ടം, വർകഉ മഅ റാക്കിഈൻ റുക്ഉവിൽ 2 വട്ടം. അപ്പോൾ രണ്ടാക്കൽ സുജൂദല്ല. പുറത്തു പറയണ്ട. ഖുർആന്റെ ശബ്ദത്തിന്റെ പ്രത്യക്ഷം പോലെ നമ്മളെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു റുക്കു പിന്നൊന്നിങ്ങനെ നിന്ന് പിന്നെ റുക്കു പിന്നെ അങ്ങനെ നിന്ന് സുജൂദ്. അങ്ങനെ ഒരുത്തം പോയാൽ ഓന് വേണ്ടി ഔളും കരയിൽ പിരിവ് നടക്കും. സാധു ഒരു ചങ്ങായി വന്നിട്ടുണ്ട്. അവൻ എങ്ങനെയെങ്കിലും ഊളം പാടില്ല. ഇത് കയറ് പോയ കേസാണ്. ഇത് ചെങ്ങല കഴിഞ്ഞ കേസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനെന്താ വേണ്ടത്? മുത്തുനബി അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. മുത്തുനബി എന്താ പറഞ്ഞത്? ഖുർആൻ നോക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. സ്വല്ലു കമാ റഅയ്തുമൂനി സ്വല്ലി. ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ പ്രശ്നം സമസ്ത ഒരു സംഘടനയല്ല, സമസ്ത ഒരു ദീനാണ്, അല്ലാഹുവിന്റെ ദീനാണ്. ഏത് ദീന്? നബിയും സ്വഹാബത്തും താബിഈനും തബഉ താബിഈനും കൊണ്ട ദീന് അവർ നടപ്പിലാക്കിയത് പല ഒരു വിഷയത്തിൽ പല വഴിയുണ്ടാവും. നബിക്ക് സ്വല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ അവ ഇവിടെ പല വഴിയുണ്ടാവും. പല വിഷയങ്ങളും പല വഴികളും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പലതും ചില വിഷയത്തിൽ പല വിഷയം ഉണ്ടാവും. സാഹിത്യത്തിൽ കാണിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അത് ആ വിഷയം വഴി ഉണ്ടാവും. ഒക്കെ ഒന്നെന്നെയാണ്. ഷാഫി ഇമാം, ഹനഫി ഇമാം ഒന്നെന്നെയാണ്. ഒക്കെ ബാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ എന്നിട്ടില്ല. അതുകൊണ്ട് പൗരാണികമായ ദീനീയ മാർഗ്ഗത്തെ അധ്യാപനം ചെയ്യുക. എന്നിട്ടുന്നില്ല. മുഅ്മിനീങ്ങൾ പോയ മാർഗ്ഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ പോയ മാർഗ്ഗം അത് ദീനാണ്. അതിൽ പുതിയ പുതിയ വീക്ഷണഗതികൾ കൊണ്ടുവന്നാലോ ചിലപ്പോൾ ദീനിൽ നിന്ന് പുറത്തെറിച്ച് പുറത്ത് പോകും.
അത് പോയി പിന്നെ മിർജ ഗുലാം എന്ന ആളെ പോയതാണ്. ചേകനൂർ അങ്ങനെ പോയതാണ്. ചേകനൂരിന് ആദ്യകാല പ്രശ്നം എന്താ? ചേകനൂർ ആദ്യമായി കോക്കൂർ എന്ന പ്രദേശത്താണ് ദർസ് തുടങ്ങിയത്. വെല്ലൂർ ബാക്കിയാറിൽ പഠിച്ച ആളായിരുന്നു ചേകനൂര്. പിന്നീട് അയാൾ എടപ്പാളിനടുത്ത് കോക്കൂരിൽ ദർസ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പുതിയ വാദം ഉണ്ടായി. എന്താ വാദം? നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ എടുക്കാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം, പക്ഷേ സുബ്ഹാനല്ലാഹ് ഇമാമേ ചൊല്ലിക്കൂല. മനസ്സിലായില്ല? ആദ്യമായി അത്രേ വാദമുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. ആദ്യത്തെ അയാളുടെ വാദം സുബ്ഹാനല്ലാഹ്, പിന്നെ 33 വട്ടം ചൊല്ലി, പിന്നെ ഇമാമ പറയും അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. അങ്ങനെ ഒച്ചത്തിൽ ഒരാൾ ചൊല്ലി കൊടുക്കുന്നത് ഹദീസിൽ കാണുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യൂല. നിസ്കാരം കഴിഞ്ഞ് 33 കഴിഞ്ഞിട്ട് വാർക്കാം. ഇത് ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇമാമ് നമ്മൾ ഇരിക്കുന്ന നേരത്തിണ്ടല്ലോ തംബീഹ് ആക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? സദസ്യനെ ഉണർത്താൻ വേണ്ടിട്ട്, സ്വഫിലുള്ളവർ ഉണർത്താൻ വേണ്ടിട്ട്, പിന്നെ അദ്കാറുകൾ തൊട്ട് ചെയ്യുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ തസ്ബീഹ് തഹ്മീദ് തക്ബീറിന് വേണ്ടി ഇമാമ് തംബീഹ് ആക്കും. എന്ത്? അപ്പൊ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ പോയവനും ചൊറിഞ്ഞും മാന്തി കുത്തിരിക്കണവരൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഭാഗത്തേക്ക് വരും. അത് തംബീഹ് ആക്കണം. ഇനി പുതിയൊരു തെളിവിന്റെ ആവശ്യമില്ല. തംബീഹ് ചോറ് പ്ലേറ്റിൽ വിളമ്പി വെച്ചതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാൻ എണീക്കെന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് ചോറ് കഴിക്കാൻ വിളിക്കാറുണ്ടായിരുന്നില്ല എന്ന് തെളിവുകളുടെ ആവശ്യമില്ലല്ലോ. അതിന് തംബീഹ് ആക്കലല്ലേ? മനസ്സിലായില്ല? നബിയുടെ കാലത്ത് ചോറ് വയ്ക്കലുള്ളൂ, ചോറ് വിളിക്കലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോറ് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? അതൊക്കെ പക്ഷേ എന്ത് ചെയ്ത് തുടങ്ങിയതാ. പിന്നെ അയാൾ മുറിച്ച് 2 വക്കത്താണ് മുറിച്ചു. എന്നാ 2 വക്കത്ത് അയാൾ മുറിച്ചിട്ട് ബാക്കി 3 വക്കത്ത് അയാൾ നിസ്കരിച്ചോ? അയാളുടെ ചില അനുയായികളെ വീട്ടിൽ പോയിട്ട് പാർത്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഒരു ധനാഢ്യന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചേകനൂർ വരാറുണ്ടായിരുന്നു. ആ ധനാഢ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പോയിൽ പല ദിവസം ചേകനൂർ പാർത്തിട്ട് ഒറ്റ വക്കത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, പിന്നെ ആചാര്യ എന്തിനാ ഇയാള് 5 വക്കത്തില്ല 3 ഉള്ളൂ ഇയാള് പറഞ്ഞു. അപ്പൊ ആചാര്യ പറഞ്ഞു, അതൊന്നല്ല, 5ഉം കൂടെ പെട്ടെന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ? വലിയ വലിയ മരമൊക്കെ മുറിക്കുമ്പോ ആദ്യം ഒന്ന് കൊമ്പ് തള്ളിയിട്ടിട്ട് പിന്നെ അടി മുറിക്കുള്ളൂ. മനസ്സിലായില്ല? വലിയ മരല്ലേ നിസ്കാരം, അടിയിലാണ് ബ്ലേഡ് വെച്ചാൽ മേലെ കൂടെ പൊടിഞ്ഞോടും. അപ്പൊ നല്ലത് മനസ്സിലായില്ല? ആദ്യം 2 കളയാ, പിന്നെ 1 കൂടി കളയാ, പിന്നെ അടി മുറിച്ചാൽ 5 കൂടെ പോകും. മനസ്സിലായില്ല? അയാൾക്ക് ഒരു വക്ത നിസ്കാരം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ ജാതി ഗുളിക കഴിഞ്ഞവരെ പിന്നാലെ ഇത് മുഅ്മിനീങ്ങളുടെ മാർഗമാണ്, ഇത് ഖുത്ബിയുടെ മാർഗമാണ്, ഇത് പാണായിരത്തിന്റെ മാർഗമാണ്, ഇത് പാങ്കക്കാരന്റെ മാർഗമാണ്, ഇത് റഷീദ് മുസ്ലിയാരുടെ മാർഗമാണ്, ഇത് ശംസുൽ ഉലമ എന്ന ആൺകുട്ടിയുടെ മാർഗമാണ്. 10-200 കൊല്ലത്തിന്റെ ഉള്ളിൽ മലയാളക്കരയിൽ അങ്ങനെ ആൺകുട്ടിയായി ശംസുൽ ഉലമയെ പോലെ എനിക്കറിയില്ല. 200 കൊല്ലത്തിനുള്ളിൽ മലബാറിലെ മുസ്ലിമീങ്ങൾ ആ നിലക്ക് കമാലിയത്തെത്തിച്ച ഒരാളെ വലിയ ഇൽമുള്ള ഒരു കഴിവുണ്ടാവും. ഈ മനുഷ്യന് ഇൽമുണ്ട്, ഹിക്മത്തുണ്ട്, തർക്കത്തിന് കഴിവുണ്ട്, എഴുതാൻ കഴിവുണ്ട്, രചനാ വൈഭവമുണ്ട്. ആരെ മുഴുവൻ തോൽക്കൂല, ചിലർക്ക് ഇൽമുണ്ടാവും, പക്ഷെ പറയാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായോ? തോൽക്കൂല. ആൺകുട്ടി സമസ്തന്റെ സെക്രട്ടറി മരിച്ചു, 40 കൊല്ലം സെക്രട്ടറി. അതല്ലേ മഹാന്മാർ മാർഗം. അതുകൊണ്ട് ഞാൻ സമസ്തയാണ്, ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ സമസ്തയാണ്. എന്തുകൊണ്ട് ഞാൻ സമസ്തയാണ്? ഞാൻ അഭിമാനിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ കിടന്നു പോയ മാർഗ്ഗത്തിൽ മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. 5 വക്ത് നമസ്കരിക്കുക, ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കുക, പടച്ചോനെ പേടിച്ച് ജീവിക്കുക. കുട്ടികൾ നശിക്കാനുള്ള സാധ്യതകൾ ഇന്ന് അധികരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുട്ടികളെ സദാസമയം ശ്രദ്ധിക്കുക.
സോഷ്യൽ മീഡിയയിൽ മക്കൾ നശിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. അതിൽ നിന്നെല്ലാം കുട്ടികളെ ശ്രദ്ധിക്കുക, കൂട്ടുബന്ധങ്ങൾ നന്നാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ നന്നാവണമെങ്കിൽ കൂട്ടുബന്ധം നന്നാവണം, അല്ലാതെ നന്നാവില്ല. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ അറിയണമെങ്കിൽ കൂട്ടുകാരനെ അന്വേഷിച്ചാൽ മതി. കാസിം എങ്ങനെ എന്നറിയണമെങ്കിൽ മൂത്തയടുത്ത് പോയിട്ട് അയാളെ ചങ്ങാതി ആരാ എന്ന് അന്വേഷിച്ചു. അയാളെ ചങ്ങാതി 5 വക്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ അയാൾ 5 വക്ത് നിസ്കരിക്കുന്നതിൽ സംശയമില്ല. അയാൾ ഒക്കെ പറയും. ഇവിടെ അയാളെ ചങ്ങാതിമാരൊക്കെ പോക്കാന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ആലോചിക്കണ്ട. മനസ്സിലായില്ല? കാസിമി നല്ല വല്ലതൊക്കെ പറയും. പക്ഷെ ഇവിടെ കുറച്ച് കഞ്ചാവ് വലിയമാരൊക്കെയാണ് ഉപരം നടത്തുന്നത് പറഞ്ഞാൽ പിന്നെ സൈഡ് പോക്കറ്റിലൊക്കെ തപ്പി നോക്കിയാൽ ഒരു ബോധ്യമൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കൂടുതൽ വർദ്ധനം പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചങ്ങാതിമാര് നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സൈഡ് പോക്കറ്റ് കഞ്ചാവ് ഇടാനേ പറ്റുള്ളൂ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സിദ്ദീഖ് ഏറ്റവും വലിയ മഹാനായി. കാരണം സിദ്ദീഖിന്റെ കൂട്ടുകാരൻ മുത്ത് മുഹമ്മദ് മുസ്തഫ അവൻ നന്നാവും. അലി ഇബ്നു അബീ ത്വാലിബിനെ മുത്തുനബി വളർത്തി. അതുകൊണ്ട് ഒരു ബിംബത്തിന് കുമ്പിട്ടില്ല. അബൂ ത്വാലിബിന്റെ മക്കളിൽ ഒരു മോനെ ഞാൻ കൊണ്ടേ വളർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ കുഞ്ഞിക്കുട്ടിയായപ്പോൾ കൊണ്ടെന്ന് വളർത്തിയതാണ്. റുഖൈലിനെ ജഅഫറിനെ അബ്ബാസ് വളർത്തി. റളിയല്ലാഹു അൻഹു. അലിയെ മുത്തുനബി വളർത്തി. ഒരു ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല സയ്യിദന അലി. ഒരു കള്ളിന്റെ രുചി അറിയില്ല സയ്യിദന അലി. ഒരു ബിംബത്തിന് കുമ്പിട്ടിട്ടില്ല സയ്യിദന സിദ്ദീഖ്. കള്ളിന്റെ രുചി അറിയില്ല സയ്യിദന സിദ്ദീഖ്. എന്തുകൊണ്ട്? ഒരാളെ മുത്തുനബി വളർത്തി, മറ്റേ മുത്തുനബി ചങ്ങാതിയാക്കി. മനസ്സിലായില്ലേ? നല്ലവരോട് തുടർന്നാലേ നന്നാവുള്ളൂ. അല്ലാഹു നമ്മളെ മക്കളെ നല്ലവരിലേക്ക് ചേർക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാലഘട്ടം ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. പിന്നെ 5 വക്തും അല്ലാഹുവോട് ദ്വാരക്കല്ലാതെ മാറുന്നില്ല. നിന്നെ എന്റെ സമുദായത്തെ കാക്കണേ അല്ലാ. മനുഷ്യരാശിയെ കാക്കണമേ അല്ലാ. മനുഷ്യരാശി ലോക ചരിത്രങ്ങളുടെ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥയിലേക്ക് പോവാണ്. ഭൂമിയിലെ 725-750 കോടി മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. ഭൂമിയിൽ 750 കോടി മനുഷ്യരും ഇന്ന് ഭയാനകമായ അപകടത്തിലേക്ക് പോവാണ്. എന്താ അപകടം? നേതാക്കന്മാർ ചട്ടമ്പികളുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് ഏറ്റവും വലിയ അപകടം. അല്ലാതെ വിഭവത്തിന്റെ കമ്മിയല്ല. വിഭവത്തിന്റെ കമ്മി ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? അടുത്ത നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ അടുത്ത ഒരു 10 years അല്ലെങ്കിൽ 20 years അപ്പുറം അത് പരിഹരിച്ചിട്ടുണ്ട്. വലിയ യുദ്ധങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്, നൂറ്റാണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ലോകം തകർന്നിട്ടില്ല. എന്തുകൊണ്ട്? മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്ന അനവധി ലോകനായ നേതാക്കന്മാർ ആ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല? ഒറ്റ വാക്ക്. ഇന്നത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം ഒറ്റൊന്നാണ്. ലോകം ഉണ്ടായിട്ടുണ്ടല്ലോ ലോകത്ത്. AD 1347 മുതൽ AD 1351 വരെയാണ് ലോകത്തെ ഏറ്റവും വലിയ കോളറ ഉണ്ടായത്. ലക്ഷോപലക്ഷം ജനങ്ങൾ ആ കോളറയിൽ മരിച്ചത്. ലോക ചരിത്രങ്ങളുടെ ഏറ്റവും വലിയ കോളറയാണ്. എന്നിട്ടും ജനങ്ങൾ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അന്ന് പ്രശ്നമില്ല. മനസ്സിലായി പറഞ്ഞത്? ലോകത്തിന്റെ പ്രശ്നം എന്താ? ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ വലിയ മനുഷ്യന്മാരും ചട്ടമ്പികളെ പോലെ സംസാരിക്കാൻ അത് ഇത്ര മോശപ്പെട്ട കാര്യമാണ്. ഒരു ലോക്കൽ പോലീസുകാരന് മോശപ്പെട്ട ഭാഷ സംസാരിക്കാൻ അങ്ങനെ SIക്ക് പറ്റുമോ? SI സംസാരിക്കുന്ന പോലെ സർക്കിളിന് പറ്റുമോ? സർക്കിൾ സംസാരിക്കുന്ന പോലെ DSPക്ക് പറ്റുമോ? പറയാം. അങ്ങനെയല്ലേ പറയും. DGP എന്ന ആള് അതാണല്ലോ, അല്ലേ? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അതല്ലേ DGP? അയാളുടെ മുന്നിൽ തനി കള്ളൻ ചാൾസ് ശോഭരാജിനെ പോലത്തെ ഒരു കള്ളനെ കൊണ്ടുവന്നാലും കസേര ഇരിക്കുന്ന വളരെ മാന്യമായി സംസാരിക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ഒറ്റയടിക്ക് മൂക്ക് പരത്തുന്ന പണി അയാൾക്കില്ല. ആർക്ക്? DGP ആ ഡിപ്പാർട്ട്മെന്റ് ജനറലാണ്. മാന്യമായി ഇടപെടാൻ പാടില്ല. ലോകത്ത് ഏറ്റവും വിഭവമുള്ള രാഷ്ട്രം അമേരിക്കയാണ്. അമേരിക്കൻ ഭരണാധികാരി വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഈ നൂറ്റാണ്ടിന്റെ ദുരന്തം. അങ്ങനത്തെ മനുഷ്യരാശി അതാണ് പ്രശ്നം. നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട്. തിരിച്ചു വരണം. അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ട് മനുഷ്യരാശി കടക്കാൻ സാധ്യതയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹ്ദി വരാനായിട്ടുണ്ട്. ഇത് സത്യം പറയാണ്. മഹ്ദി മാവ് വരാനായിട്ടുണ്ട്. ഉറപ്പ് സംശയിക്കണ്ട. യാതൊരു സംശയം വേണ്ട. മഹ്ദി മാവ് വരാനായിട്ടുണ്ട്. അതുകൊണ്ട് നേരായ വഴിക്ക് അതിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ സുന്നത്യം. അതാണ് മുഅ്മിനീങ്ങളുടെ മാർഗ്ഗം. അല്ലാഹു അതിനെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് പേടിക്കണ്ട. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒറ്റക്കെട്ട് പറഞ്ഞാൽ ഞങ്ങളെ ഒരു മഹല്ലാണ്. ഇവിടെ നന്മ നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലാണ്. അല്ലാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ.